ഹായ്. ബോയിങ് 737 മാക്സ് 9 ബോയിങ് എന്ന വിമാന കമ്പനിയെ പറ്റി കേൾക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ബോയിങ് 737 വാർത്തകളിൽ നിറയുന്നത് 2018 നടന്ന ഒരു വിമാന അപകടത്തെ തുടർന്നാണ്. ജക്കാർത്തയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ലയൺ എയറിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 13 മിനിറ്റുകൾക്കുള്ളിൽ ജാവ കടലിടുക്കിൽ പതിക്കുകയും ക്രൂ മെമ്പേഴ്സ് അടക്കം എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് 5 മാസങ്ങൾക്ക് ശേഷം എത്യോപ്യൻ എയർലൈൻസ് നെയ്റോബിയിലേക്ക് യാത്ര തിരിച്ച് ടേക്ക് ഓഫ് ചെയ്ത് 6 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തകർന്നു വീഴുന്നു. 2 അപകടങ്ങളിലുമായി 346 യാത്രക്കാർ കൊല്ലപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം ബോയിങ് 737 മാക്സിന്റെ എല്ലാ വിമാനങ്ങളും ഗ്രൗണ്ടിങ് ചെയ്യപ്പെടുകയും 20 മാസങ്ങൾക്ക് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് 2024 ജനുവരി 5-ന് കാലിഫോർണിയയിലേക്ക് പോയ അലാസ്ക എയർലൈൻസിന്റെ ബോയിങ് 737 മാക്സ് 9 വിമാനത്തിന്റെ എമർജൻസി ഡോറ് 16,000 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് ചീറ്റുന്നു. എന്നാൽ യാത്രക്കാർക്കും ക്യാബിൻ ക്രൂവിനും പരിക്ക് പറ്റാത്ത രീതിയിൽ വിമാനം എമർജൻസി ലാൻഡ് ചെയ്യുന്നു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈ സംഭവം വളരെ ഗുരുതരമായി കാണുകയും ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നടന്ന ക്വാളിറ്റി കൺട്രോളിംഗ് ഇൻസ്പെക്ഷൻ സമയത്ത് കണ്ടെത്താതെ പോയ വലിയ ഗുരുതരമായ പിഴവാണ്. എമർജൻസി ഡോറിന്റെ ചില ബോൾട്ടുകൾ ലൂസായിരുന്നു. എന്നാൽ ക്വാളിറ്റി കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് അത് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് ഈ ഗുരുതരമായ അപകടത്തിലേക്ക് വഴിവെച്ചത്. ഈ ഒരു സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും അതിലെ ജോലി എത്രമാത്രം ഉത്തരവാദിത്തമുള്ളതാണ് എന്നും കൂടിയാണ്. മാത്രമല്ല, ഈ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നും ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ക്വാളിറ്റി കൺട്രോളിംഗുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ തങ്ങളുടെ ജോലി മേഖലയിൽ വലിയ ഉത്തരവാദിത്ത ബോധം കാണിക്കണമെന്ന് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. QC യുമായി ബന്ധപ്പെട്ട ഈ കാലഘട്ടത്തിലെ വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.